ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി കാർഡ്സാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കാർഡ്. അതിന് വേണ്ടിയിട്ട് ഒരു ലോങ് ഷീറ്റ് എടുക്കണം. ഇതിൻ്റെ ഞാൻ നീളം വീതി എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ വലുപ്പത്തിന് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതൊന്നും പറയാത്തെ. വീഡിയോയിൽ കണ്ടതുപോലെ ആ സെൻറ്ററിൽ നമ്മളിങ്ങനെ വരഞ്ഞിട്ടില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മടക്കി സെറ്റാക്കണം. ഇനി ഒരു നീള ഷീറ്റ് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി ഒരു കേക്കോ അല്ലെങ്കിൽ ബൊക്കെ ആയാലും മതി. ഇപ്പം ഞാനിതിലൊരു ബർത്ത്ഡേ ആണ് എഴുതുന്നത്, അതുകൊണ്ടാണ് ഞാൻ കേക്ക് വെച്ചത്. അപ്പം നമ്മുടെ കേക്കിൽ വെക്കാൻ ക്യാൻഡിൽസ് വേണമല്ലോ, അതുകൂടി ഉണ്ടാക്കിയിട്ട് നമ്മളതെല്ലാം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലവരൊന്നും ചെയ്യാറില്ല, മറക്കാറാ പതിവ്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഇടയിലിരുന്ന് പറയുന്നത്. ആദ്യത്തെ കാർഡിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേന് എഴുതാം, ആനിവേഴ്സറി ആണെങ്കിൽ അതും എഴുതാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? അപ്പോൾ നമ്മുടെ സെക്കൻഡ് വൺ കാർഡ് ഉണ്ടാക്കാം ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള പേപ്പർ എടുക്കാം. നിങ്ങൾക്ക് വലിയ കാർഡ് വേണമെങ്കിൽ വലിയ പേപ്പർ, ചെറിയ കാർഡ് വേണമെങ്കിൽ ചെറിയ പേപ്പർ. ഏതെങ്കിലും ഒരു കളർ റിബൺ എടുത്തിട്ട് ഇതുപോലെ നല്ലൊരു ബോ കെട്ടി കൊടുക്കണം അതിൽ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഇതുപോലെ ഹാർട്ട് വരച്ച് കൊടുക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഫ്ലവർ ആണെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കാം. ആ കാർഡിനെ ഒന്ന് നല്ല അട്രാക്റ്റീവ് ആക്കണം. നമ്മുടെ ഉള്ളിലെ പേജിൽ നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ, ആനിവേഴ്സറി ആണെങ്കിൽ ആനിവേഴ്സറി, അതൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരച്ചു. എന്നിട്ട് അതിനൊന്ന് കളർ ചെയ്തു. എന്താണെന്നറിയില്ല, ഈ കളർ ചെയ്യുമ്പോൾ എനിക്ക് ഈ പിങ്കും യെല്ലോ ഇത് മാത്രമേ വരുന്നുള്ളൂ കയ്യിൽ, വേറൊരു കളർ എടുക്കാൻ തോന്നുന്നില്ല. ഇനി നമ്മളതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടി എഴുതി. അപ്പോഴെനിക്ക് ആ ഒരു പേജ് അങ്ങ് ഫില്ലാവാത്ത മാതിരി തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഹാർട്ട് വരച്ചങ്ങ് സെറ്റപ്പാക്കി. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാർഡ്. എല്ലാ കാർഡിലും പറഞ്ഞ മാതിരി വൈറ്റ് പേപ്പർ എടുക്കുക. നമ്മൾ വെറും വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള കാർഡാണ് കേട്ടോ, വേറെ ഒരു കളർ പേപ്പർ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ കളർ പേപ്പർ വേണമെങ്കിൽ ഞാൻ അതിന് നല്ല സ്കെച്ച് ചെയ്യാണ് ചെയ്തിരുന്നത്. ഇതൊരു പോപ്പപ്പ് കാർഡ് മാതിരിയാണ് ഞാൻ ഉണ്ടാക്കിയത്. കുറച്ച് കേക്ക് അങ്ങ് പൊന്തി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച മാതിരി 2 പേപ്പർ ഇങ്ങനെ എന്താപ്പം അതിന് പറയുക, ആ വീഡിയോ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനങ്ങ് അത് ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിൽ എനിക്ക് തോന്നുന്ന ഒരു രീതിയിൽ ഞാനങ്ങ് ഒട്ടിച്ചു, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കേക്ക് നേരത്തെ പോലെ കേക്കൊക്കെ വരച്ചു, അതെല്ലാം ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു, ക്യാൻഡിൽസും വെച്ചു. ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് പേജാണ് ചെയ്യേണ്ടത്. എനിക്കറിഞ്ഞൂടെ, എനിക്ക് ഈ ലൈൻ ഇടുന്നത് മാത്രമേ വരുന്നുള്ളൂ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കുറഞ്ഞും കൂടിയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ബിക്കോസ് കുറച്ച് വീഡിയോസ് നമ്മൾ രാവിലെ എടുത്ത് കുറച്ച് രാത്രി എടുത്ത് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പുറത്തെ ഡെക്കറേഷൻ പോരാനിട്ട് എനിക്ക് ഉള്ളിൽ വീണ്ടും ഡെക്കറേഷൻ ചെയ്യാൻ തോന്നി. പക്ഷേ അതങ്ങ് കുളമായിട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തൊക്കെയോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ 3rd കാർഡും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞി പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള കാർഡ്. ഇത് ഞാനൊരു സ്ട്രോബെറി തീമിലാണ് ചെയ്തത്. ആദ്യം ഞാൻ ഞെട്ടിയുള്ള സ്ട്രോബെറിയൊക്കെ വരച്ചു, പിന്നെ അത് വെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടമായില്ല. അപ്പം ഞാൻ ആ ഞെട്ടിയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ട്രോബെറിക്ക് കളർ ചെയ്യാൻ ഞാനിവിടെ പിങ്ക് തന്നെ എടുത്തണം കേട്ടോ. അതിനാണ് ഒരു പ്രത്യേക ഭംഗിയുള്ളത്. എനിക്കറിഞ്ഞൂടെ, എല്ലാത്തിലും അങ്ങ് പിങ്ക് മയാണ്. ഈ പിൻട്രസ്റ്റാണ് നമ്മളെ ഇങ്ങനെ കേടെടുത്തുന്നത്. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മൊത്തത്തിലൊരു പിങ്കിഷ് മയ ആയിരിക്കും. എന്താണെന്നാവും അങ്ങനെയല്ലേ? ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലും കൂടി അങ്ങ് കളർ ചെയ്തെടുക്കാം. അതിനിടയിൽ കൂടെ ഒരു ഈച്ച അത് കൂടെ പറഞ്ഞോളൂ. ഈച്ചയ്ക്കും വൈറലാവണം തോന്നുന്നു. നടന്ന തന്നെ എൻ്റെ വീഡിയോയിലല്ലേ ഇപ്പോൾ വൈറലാവാൻ പറ്റുന്നത്. സ്ഥിരം കാണുന്ന കുറച്ച് പേരല്ലാണ്ട് വേറെ ആർക്കും എൻ്റെ വീഡിയോ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്നാവും അങ്ങനെയല്ലേ? അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് ബാക്ക് ടു കാർഡിലേക്ക് വരാം. ഇനി നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം. എല്ലാ കാർഡിലും ഞാൻ ബർത്ത്ഡേ ചെയ്തുകൊണ്ട് ഈ കാർഡിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആനിവേഴ്സറി എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കാമല്ലോ. അപ്പം എങ്ങനെയുണ്ട്? ഫൈനൽ ലുക്ക് ഇഷ്ടമായില്ലേ? അപ്പം നമ്മൾ 4 കാർഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.